വേരുകൾ. മീനാക്ഷി അമ്മയ്ക്ക് തന്റെ തറവാടിനോട് വല്ലാത്തൊരു അടുപ്പമായിരുന്നു. തലമുറകളായി അവർ താമസിച്ച ആ വീടിന്റെ ഓരോ ഇഷ്ടികയ്ക്കും പറയാൻ ഒരു കഥയുണ്ടായിരുന്നു. പക്ഷേ കാലം മാറിയപ്പോൾ മക്കൾക്ക് ആ വീട് ഒരു ഭാരമായി തോന്നി. അവർ മീനാക്ഷി അമ്മയെ നിർബന്ധിച്ച് നഗരത്തിലെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി. ആദ്യമൊക്കെ മീനാക്ഷി അമ്മയ്ക്ക് നഗരത്തിലെ സൗകര്യങ്ങൾ അത്ഭുതമായിരുന്നു. ലിഫ്റ്റും AC-യും സൂപ്പർമാർക്കറ്റുകളും. പക്ഷേ പതിയെ പതിയെ അവരിലെ ഗ്രാമീണയായ സ്ത്രീക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. രാവിലെ കിളികളുടെ പാട്ടിനു പകരം കാറുകളുടെ ഹോൺ ശബ്ദം, മുറ്റത്തെ തുളസിച്ചെടിക്കു പകരം കോൺക്രീറ്റ് കാടുകൾ. മീനാക്ഷി അമ്മയ്ക്ക് തറവാടിന്റെ മണം, അവിടുത്തെ കാറ്റ്, അവിടുത്തെ മണ്ണ് എല്ലാം നഷ്ടപ്പെട്ടു. ഒരു ദിവസം മീനാക്ഷി അമ്മ മക്കളോട് പറഞ്ഞു, എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം. മക്കൾക്ക് വിഷമമായി. അവർ അമ്മയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പഴയ വീടിന്റെ ബുദ്ധിമുട്ടുകൾ അവർക്കറിയാം. അവർ അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ മീനാക്ഷി അമ്മയുടെ ഉള്ളിലെ വേരുകൾ അവരെ പിന്നോട്ട് വലിച്ചു. ഒടുവിൽ മക്കൾ സമ്മതിച്ചു. അവർ മീനാക്ഷി അമ്മയെ തറവാട്ടിലേക്ക് കൊണ്ടുപോയി. ആ വീടിന്റെ പടി കടന്നപ്പോൾ മീനാക്ഷി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ മുറ്റത്തെ മാവിനെ കെട്ടിപ്പിടിച്ചു. കിണറ്റിൻകരയിലിരുന്നു. തുളസിച്ചെടിക്ക് വെള്ളമൊഴിച്ചു. അന്ന് രാത്രി തറവാടിന്റെ തണുത്ത തറയിൽ കിടന്നുറങ്ങുമ്പോൾ മീനാക്ഷി അമ്മയ്ക്ക് ഒരുപാട് കാലത്തിനു ശേഷം സമാധാനം തോന്നി. ആ വേരുകൾ അവരെ അവരുടെ മണ്ണിലേക്ക് തിരികെ വിളിച്ചു. ആ സ്നേഹം, അത് ആ വീടിന്റെ ഓരോ തരി മണ്ണിലും ലയിച്ചു ചേർന്നിരുന്നു.